ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിജി രാജേഷ്. ആബീസ് ഫാമിലി വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. 40 ഇഞ്ച് വേസ്റ്റ് വരുന്ന ഒരു പാൻറ്റാണ് ഇന്ന് വെട്ടുന്നത്. ഇന്ന് ഞാനൊരു പോപ്ലിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിനെ നാലായി മടക്കിയിട്ട് 40ൻ്റെ നാലിലൊരു ഭാഗം 10, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി 11.5 ഇഞ്ചാക്കി അതിൻ്റെ വിടുത്ത്. പിന്നെ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് താഴേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് അലാസ്റ്റിക് ഇടാനായിട്ട് വരയ്ക്കുന്നുണ്ട് വേസ്റ്റ് ബാൻഡായിട്ട്. പിന്നെ ആ വേസ്റ്റ് ബാൻഡ് കഴിഞ്ഞിട്ട് ആ 2 ഇഞ്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ലെങ്ത്ത് 2 മീറ്ററുള്ള കാരണം 37.5 ഇഞ്ച് കിട്ടണുള്ളൂ. ഞാനപ്പോൾ അത് ഫുള്ള് ലെങ്ത്തായിട്ട് എടുക്കാൻ പോണ്. 37.5 ഇഞ്ചും എടുക്കണം. 37 ഇഞ്ച് ഫുൾ ലെങ്ത്തായിട്ട് എടുത്തു. അവിടെ നിന്ന് പാൻറ്റിൻ്റെ അടിവശം എടുത്ത് ഒരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ ഒരു സ്ലിറ്റും വേണം. സ്ലിറ്റ് മടക്കി തയ്ക്കാനുള്ള ഒരു ഇഞ്ചോളം വേണ്ടി വരും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു തയ്യൽ തുമ്പ് ഒരു ഇഞ്ചോളമൊക്കെ വേണ്ടി വരും. അപ്പം അത് കൂടി കണക്കാക്കിയിട്ടാണ് 7.5 ഇഞ്ച്. അത് കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് ഷേപ്പ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി വേസ്റ്റ് ലൈൻ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ആ 11.5 ഇഞ്ച് കഴിഞ്ഞ് വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് താഴേക്ക് 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 14 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഒരു 2 ഇഞ്ച് പുറത്തേക്ക് ഒരു തയ്യൽ തുമ്പ് പോലെ ഇടുന്നുണ്ട്. 2 ഇഞ്ച് പുറത്തേക്ക്. ഇനി അവിടെ നിന്ന് ആ 2 ഇഞ്ച് എൻ്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഈ 14 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഞാൻ മുകളിൽ 11.5 എടുത്തേക്കുന്നത്. ഞാനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു. 14 ഇഞ്ചിൽ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു. ഇനി ആ 2 ഇഞ്ചിൽ നിന്ന് ഒരു കർവ് ഇങ്ങോട്ട് വരയ്ക്കുക. ഒരു കർവ് ഇങ്ങോട്ട് വരച്ച് ഷേപ്പ് ചെയ്യുക. ഇനി ആ കർവിൻ്റെ അവിടെ നിന്ന് ആ കർവിൻ്റെ ഇതും ആ 2 ഇഞ്ചും ഈ 13 ഇഞ്ചും കൂട്ടുമ്പോൾ 15 ഇഞ്ചായി. ആ 15 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഈ 7.5 ഇഞ്ചിലേക്ക് അടിയിലേക്ക് വരയ്ക്കാം. ഷേപ്പ് ചെയ്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇത് സിമ്പിളായിട്ട് തയ്ക്കണ രീതിയാണ്. അതിലേക്ക് വരയ്ക്കുക. ഇനി ഞാൻ ഷേപ്പ് ഇന്ന് വീഡിയോ എടുക്കുന്ന തന്നെ ഷേപ്പ് കറക്റ്റായിട്ട് എനിക്ക് ശരിയാവുന്നില്ല. അവിടെ കർവ് ശരിയാവുന്നില്ല. അവിടെ കർവ് നല്ലോണം വളച്ച് വരച്ചതിന് ശേഷം ഇനി നമുക്ക് അടിഭാഗത്ത് കുറച്ച് 2 അളവും കൂടിയും കൊടുക്കാനുണ്ട്. ഒരു ഇഞ്ച് തയ്യൽ തുമ്പിനും കൊടുക്കുക, മടക്കി അടിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് ഒരു സ്ലിറ്റ് പോലെ വേണമല്ലോ. അപ്പോൾ ആ സ്ലിറ്റിന് ഒരു 3 ഇഞ്ചോളമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിടാം. അവിടെ ഒരു സ്ലിറ്റ് പോലെ ചെയ്യാനാണ്. തയ്യൽ തുമ്പ് വേണം 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട്. ഞാൻ വെട്ടാണ്. നേരെ ആ 7.5 ഇഞ്ചിൽ നിന്ന് 15 ഇഞ്ചിലേക്ക് അവിടേക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടണം.
കത്രിക പണി തന്നപ്പോൾ ഞാൻ കത്രിക മാറ്റി മുകളിൽ നിന്ന് വെട്ടി തുടങ്ങണം. മുകളിൽ നിന്ന് 2 പീസാക്കിയിട്ട് ഞാൻ വെട്ടി. 4 പീസ് ഉണ്ടല്ലോ, അതിന് 2 ബാക്കും ഫ്രണ്ടും പോലെ അങ്ങനെ വെട്ടിയെടുത്തു. ഇനി മുകളിൽ നിന്ന് ഇങ്ങോട്ട് ആ കർവ് വരച്ചത് അവിടത്തോളം വരെ ഒന്ന് ഷേപ്പിൽ വെട്ടണം. അടിയിലേക്ക് കൊണ്ടുവരാം. കർവ് പിടിച്ച് കർവും കൂടി വെട്ടിയെടുക്കാം. ഇനി ഇത് വെട്ടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പം നമുക്കൊന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് ഇടേണ്ടതാണ്. നമുക്ക് പോക്കറ്റൊക്കെ വേണമെങ്കിൽ വെക്കാം. പോക്കറ്റുള്ള സ്ട്രൈറ്റ് ബാൻഡ് ആയിട്ട് ഞാൻ വേറെ വീഡിയോ വരാം. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഒരു ഭാഗത്താണ് അങ്ങനെ വെട്ടണത്. അടിഭാഗത്തേതും അങ്ങനെ വെട്ടിയെടുക്കാം. അടിഭാഗത്തെ പീസിൻ്റെയും അങ്ങനെ സൈഡ് വെട്ടിയെടുക്കുക. അവിടെ ഒരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം നമുക്ക്. ഞാനിപ്പോൾ അതൊന്നും വരച്ചിട്ടില്ല. ഷേപ്പുള്ള ഒരു സ്ട്രൈറ്റ് ബാൻഡായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി വെട്ടിയിട്ടുണ്ട്, 2 ഭാഗമാക്കി വെച്ചു. ഇനി ഇതിൻ്റെ തയ്യലിൻ്റെ വീഡിയോ ഞാൻ ലെങ്ത്ത് കൂടുന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.